കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തൊരു സാഹചര്യം, അവരുടെ ലൈഫിൽ ഒരു എംപ്റ്റിനെസ് ആണ് അവർക്ക് കൊടുക്കുന്നത് എന്നാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷൻ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം അതിൻ്റെ ഒരു റീസൺ ആയിട്ട് വരുന്നത്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് നേരിട്ട് വരാൻ ഈ വ്യക്തിക്ക് കഴിയുന്നില്ല. നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർ അറിയുന്നുണ്ട്. പക്ഷെ അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നേരിട്ട് വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മേ ബി അത് ഈ ഒരു ഫിനാൻഷ്യൽ ട്രബിൾ ആയിരിക്കാം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഈ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട്. അതെല്ലാം നിങ്ങളോട് തുറന്നു പറയണമെന്ന് ഈ വ്യക്തി അമിതമായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ പോസിബിലിറ്റീസ്, എന്തൊക്കെ പോസിറ്റിവിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളാണ് അവരുടെ ലൈഫ് എന്ന് എപ്പോഴും ഈ നിമിഷവും അവർക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ലൈഫിൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവരതെല്ലാം ഒഴിവാക്കി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റൊമാൻറ്റിക് പാത്താണ് ഇപ്പോൾ ഓപ്പൺ ആവുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊരു മാറ്റം സംഭവിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ്സ് ചിലപ്പോൾ ഈ വ്യക്തി തന്നെ എടുക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ആയിരിക്കാം നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം. ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അത്രയധികം റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ആൻഡ് യെസ്, ദ സൺ കാർഡ് എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് സൺ കാർഡ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ വ്യക്തി. ഈ ഒരു റീഡിങ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോണ്ട് അല്ലെങ്കിൽ ഒരു റിപ്ലൈ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് തവണ ചിലപ്പോൾ ഈ വ്യക്തിക്ക് അങ്ങോട്ട് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ വ്യക്തി പ്രോപ്പറായിട്ടുള്ള റെസ്പോണ്ടൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നതായിരിക്കാം. യെസ്, ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നേരിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് വലിയൊരു ഒബ്സ്റ്റക്കിൾ ഈ വ്യക്തിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ റൈറ്റ് ആയിട്ടുള്ളൊരു പാത്ത് ചൂസ് ചെയ്യാനായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി ആ ഒരു പാത്ത് ചൂസ് ചെയ്യും. അവർക്ക് അൺനോൺ ആയിട്ടുള്ളൊരു പാത്താണ് അതെന്ന് കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ ഒരു പാത്ത് ചൂസ് ചെയ്യാനായിട്ട് അവരുടെ ലൈഫിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ, ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു കൺഫ്യൂഷനിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. ആൻഡ് യെസ്, സ്പിരിച്വൽ വേയിലേക്ക് നിങ്ങളുടെ പേഴ്സണോ മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു മിറാക്കിൾ പോലെ സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ സൈൻസ്, ഗോൾഡൻ കളറിനോട് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമായിരിക്കാം. 1111 എന്നുള്ളൊരു നമ്പറോ അല്ലെങ്കിൽ 111 എന്നുള്ള നമ്പറോ ഒക്കെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കാം. ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം. എസ്പെഷ്യലി വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. വളരെ എനർജറ്റിക് ആയിട്ടുള്ള കാർഡാണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ അതിനേക്കാളും ഉപരിയായിട്ടുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ച് സംഭവിക്കാൻ ഉള്ള ചാൻസസ് ആണ് കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം അതിൽ ഒരു സക്സസ് ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് ഫൈനലി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം. പക്ഷെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ വ്യക്തി പൂർണ്ണമായും നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അത്രയധികം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ.
അതുകൊണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് കാണുന്നത്. കൂടുതൽ പേർക്കും ഇതൊരു ഫിനാൻഷ്യൽ മാറ്റർ ആയിട്ടാണ് റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. മേ ബി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്ത ഓരോ നിമിഷവും അവർക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് നിങ്ങളോട് പറയുകയാണ്. ആൻഡ് ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. യെസ്, തീർച്ചയായിട്ടും ഒരു കാര്യം അവർ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. യാഥാർത്ഥ്യം എന്താണ്, നിങ്ങളുടെ ഈ സെപ്പറേഷൻ്റെ റീസൺ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ആൻഡ് യു ബിലീവ് ഓർ നോട്ട്, ഐ ലവ് യു മോർ ദാൻ യു നോ ഐ ലവ് യു. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട്. ഓക്കെ എന്ന് നിങ്ങളോട് പറയുകയാണ്. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു സോ മെനി തിങ്സ്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ, അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ്. ഓക്കെ, നിങ്ങൾ അവരെ ഉപേക്ഷിച്ച നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഐ ആം സ്റ്റക്ക് ഇൻ മൈ ലൈഫ് വിത്ത് മൈ റെസ്പോൺസിബിലിറ്റീസ്. യെസ്, അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായി പോയി എന്ന് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം, ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം. ആൻഡ് എവറി സോങ് റിമൈൻസ് മീ അബൌട്ട് മീ. ഓക്കെ, ഓരോ സോങ്സും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടുവരുന്നുണ്ട്. ഈ വ്യക്തി മ്യൂസിക് ഒക്കെ ഒരുപാട് കേൾക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം. ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ മ്യൂസിക്കിന് എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരിക്കാം. ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു സോളിഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ, ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അവരുടെ വേദനകൾ എപ്പോഴും അവർ മറച്ചു വെക്കുന്നുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് ദ ഡേ ഐ ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ നിങ്ങളെ വിട്ടു പിരിഞ്ഞ ആ ഒരു ദിവസമാണ് അവർക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജസ് ആണ് എല്ലാം വന്നിട്ടുള്ളത്. അവർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വളരെ തീവ്രമായിട്ടുള്ള പ്രോബ്ലമായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ട്. പക്ഷേ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും അവരായിട്ട് തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അവരെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ഈ ഒരു മെസ്സേജസിലൂടെ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ്.